1992 ഡിസംബർ 5 ശനിയാഴ്ച പുലരിമഞ്ഞിനെ വകഞ്ഞുമാറ്റി എറണാകുളം ലക്ഷ്യമാക്കി പോവുകയാണ് ഒരു അംബാസഡർ കാർ. ഡ്രൈവർ ഉൾപ്പെടെ 4 യാത്രക്കാരുണ്ടായിരുന്നു അതിൽ. മുന്നിൽ ഡ്രൈവറിൻ്റെതോടു കൂടി ചേർന്നുള്ള സീറ്റിലിരിക്കുന്നയാളും പിന്നിലെ സീറ്റിലിരിക്കുന്നവരിലെ പെൺകുട്ടിയും നല്ല ഉറക്കം. രാത്രിയിൽ തുടങ്ങിയ യാത്രയായതിനാൽ ഡ്രൈവർ ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയും അതിലുണ്ടായേക്കാവുന്ന അപകടങ്ങളും പരിഗണിച്ചു പെൺകുട്ടിയുടെ അമ്മയായ യുവതി അയാളോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. സമയം രാവിലെ 6:15. എക്സ്റേ ജംഗ്ഷൻ, ചേർത്തല. തിരക്കില്ലാത്ത നല്ല റോഡായതിനാൽ കാർ സുഗമമായി മുന്നോട്ടു പോകുന്നു. അതിനിടെ ഡ്രൈവർ ചെറുതായൊന്നും മയങ്ങിയോ അറിയില്ല. എന്തായാലും കാത്തിരുന്ന ദുരന്തം അവരുടെ മേൽ മരണഗന്ധത്തോടെ പറന്നിറങ്ങാൻ സെക്കൻഡുകളുടെ ദൈർഘ്യം ധാരാളമായിരുന്നു. യാതൊരു സൂചനയും നൽകാതെ ഒരു വശത്തു നിന്നും കയറി വന്നൊരു ബസ് കാറിനെ ഇടിച്ചു തെറിപ്പിച്ചു. അത്ര നേരം ശാന്തമായിരുന്ന ഒരു പ്രഭാതം നിമിഷങ്ങൾക്കകം ദുരന്തക്കളമായി. ഡോർ തുറന്ന് പുറത്തേക്ക് തെറിച്ചു വീണതിനാൽ യുവതി മാത്രം രക്ഷപ്പെട്ടു. ബാക്കി 3 പേരെയും മരണം കവർന്നു. അപകടം കണ്ടും വലിയ ഒച്ച കേട്ടും ഓടിക്കൂടിയവർ തകർന്നു മറിഞ്ഞ കാറിനുള്ളിൽ നിന്നും ചോരയിൽ കുളിച്ച മനുഷ്യരെ പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ നാട്ടുകാരിൽ ആരോ അതിലൊരു മുഖം ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. മോനിഷ. വാർത്ത തീ പോലെ പടർന്നു. കാർ അപകടത്തിൽ നടി മോനിഷ മരിച്ചു. ചിലപ്പോൾ മരണത്തിന് നടുക്കമെന്നും അവിശ്വസനീയമെന്നും അർത്ഥങ്ങളുണ്ട്. മോനിഷയുടെ വിയോഗം ഈ 2 അനുഭവങ്ങളുമായാണ് മലയാളികളെ തേടിയെത്തിയത്. മോനിഷ പോയി 33 വർഷങ്ങൾ പിന്നിട്ടിട്ടും മനോഹരമായ ചിരിയും സുന്ദരമായ മുഖവും പ്രേക്ഷക മനസ്സുകളിലെ ബിഗ് സ്ക്രീനിൽ തെളിഞ്ഞു തുളുമ്പുന്നതും അതുകൊണ്ടാണല്ലോ. 6 വർഷത്തിനുള്ളിൽ മലയാളത്തിലും തമിഴിലും കന്നഡയിലുമായി 25 സിനിമകളിൽ അവർ അഭിനയിച്ചിരുന്നു. 15 വയസ്സിൽ ആദ്യ സിനിമയിൽ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടിയ മോനിഷ നൃത്തത്തിലും തന്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. രാവിലത്തെ ഫ്ലൈറ്റ് കിട്ടാൻ തിരുവനന്തപുരത്ത് നിന്ന് പോവുകയായിരുന്നു. നല്ല റോഡാണെങ്കിലും മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിന്റെ പ്രകാശം ഡ്രൈവറുടെ മുഖത്തേക്ക് അടിക്കുന്നുണ്ടായിരുന്നു. ഡ്രൈവർ ഉറങ്ങാതിരിക്കാൻ ഞാനും ഉറങ്ങാതെ സംസാരിച്ചു കൊണ്ടിരുന്നതിനാൽ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മകൾ ഉറങ്ങുകയായിരുന്നു. സമയം ഏതാണ്ട് 6 മണി. നല്ല മഞ്ഞുണ്ട്. സൈഡിൽ നിന്നും കയറി വന്ന ബസിന്റെ ലൈറ്റ് ഞാൻ കണ്ടു. പെട്ടെന്ന് ബസ് നേരെ പോകുന്ന ഞങ്ങളുടെ കാറിന് ഇടിക്കുകയായിരുന്നു. ഡ്രൈവർ അല്പസമയം ഉറങ്ങിപ്പോയിട്ടുണ്ടാവാം, അറിയില്ല. അതിനു മുൻപ് വരെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഉണർന്നിരുന്ന ഞാൻ പോലും അറിഞ്ഞില്ല എന്താണ് സംഭവിച്ചതെന്ന്. ഒരു ശബ്ദം മാത്രമാണ് കേട്ടത്. അത്ര പെട്ടെന്നായിരുന്നു അപകടം. ഡോർ തുറന്ന് ഞാൻ പുറത്തേക്ക് തെറിച്ചുപോയി. കാർ പിന്നിലേക്ക് മറിഞ്ഞു. ഒരു ആശുപത്രിയുടെ മുന്നിലായിരുന്നു അപകടം. നാട്ടുകാർ ഓടിക്കൂടി. അതൊരു സ്ഥിര അപകട മേഖലയായിരുന്നുവെന്ന് പിന്നീട് അറിഞ്ഞു. പിന്നീടൊരിക്കൽ ആ ദുരന്തത്തെക്കുറിച്ച് മനോരമ ന്യൂസിനോട് മോനിഷയുടെ അമ്മ ശ്രീദേവി ഉണ്ണി പറഞ്ഞതിങ്ങനെ: തിരുവനന്തപുരത്ത് GS വിജയന്റെ ചെപ്പടി വിദ്യ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്നാണ് മോനിഷയും അമ്മ ശ്രീദേവി ഉണ്ണിയും ഒരു അംബാസഡർ കാറിൽ രാത്രി എറണാകുളത്തേക്ക് പോയത്. പ്രൊഡ്യൂസറുടെ ബന്ധുവും കാറിലുണ്ടായിരുന്നു. ഒരു നൃത്ത റിഹേഴ്സലിനു വേണ്ടി കൊച്ചി വരെ കാറിലും അവിടെ നിന്ന് വിമാനത്തിൽ ബാംഗ്ലൂരിലേക്ക് പോകാനായിരുന്നു തീരുമാനം. അപകടത്തിൽ മോനിഷയും ഡ്രൈവറും പ്രൊഡ്യൂസറുടെ ബന്ധുവും കൊല്ലപ്പെട്ടു. തലയിലേറ്റ ക്ഷതമായിരുന്നു മോനിഷയുടെ മരണകാരണം. ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയ മോനിഷയുടെ മൃതദേഹം അവിടെയാണ് സംസ്കരിച്ചത്. ദുരന്തത്തിന് വേദിയായ എക്സ്റേ കവല പിന്നീട് മോനിഷ കവല എന്ന പേരിലും അറിയപ്പെട്ടു തുടങ്ങി. 1971 ജനുവരി 24 P. നാരായണൻ ഉണ്ണിയുടെയും ശ്രീദേവിയുടെയും മകളായി കോഴിക്കോട്ടായിരുന്നു മോനിഷയുടെ ജനനം. പിതാവിന്റെ ജോലിയുടെ ഭാഗമായി ബാംഗ്ലൂരിലായിരുന്നു കുടുംബം. മോനിഷയുടെ ബാല്യവും അവിടെയായിരുന്നു. നർത്തകിയായ അമ്മ ശ്രീദേവിയിൽ നിന്നായിരുന്നു നൃത്തത്തിന്റെ ആദ്യ പാഠങ്ങൾ 9 വയസ്സിൽ അരങ്ങേറ്റം. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം മൗണ്ട് കാർമൽ കോളേജിൽ നിന്നും സൈക്കോളജിയിൽ ബിരുദം നേടിയ മോനിഷ കർണാടക സർക്കാർ ഭരതനാട്യ നർത്തകർക്കായി നൽകുന്ന കൗശിക അവാർഡും സ്വന്തമാക്കിയിട്ടുണ്ട്. കുടുംബ സുഹൃത്തും മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരനുമായ MT വാസുദേവൻ നായരാണ് മോനിഷയ്ക്ക് സിനിമയിലേക്കുള്ള വഴികാട്ടിയത്. 1986 MT എഴുതി ഹരിഹരന്റെ സംവിധാനത്തിലൊരുങ്ങിയ നഗക്ഷതങ്ങളാണ് മോനിഷയുടെ ആദ്യ ചിത്രം. അതിലെ ഗൗരി എന്ന കഥാപാത്രം മോനിഷയെ രാജ്യത്തെ മികച്ച നടിയാക്കി. ചെറിയ പ്രായത്തിൽ ഈ ബഹുമതി നേടിയ ഏക അഭിനേത്രി. പിന്നീട് മലയാളത്തിലും തമിഴിലും കന്നഡയിലുമൊക്കെയായി 25 സിനിമകളിലും സാമഗാനം എന്ന സീരിയലിലും മോനിഷ അഭിനയിച്ചു. താരപദവിയുടെ ഉന്നതിയിൽ നിൽക്കവെയായിരുന്നു അപ്രതീക്ഷിത വിയോഗം. മോനിഷയ്ക്ക് സജിത്ത് ഉണ്ണി എന്നൊരു ജ്യേഷ്ഠനുണ്ട്. കാറിൽ നിന്ന് പുറത്തേക്ക് വീണ മോനിഷയുടെ അമ്മയ്ക്ക് ചെറിയ ചതവുകളും ഒടിവുകളും ഉണ്ടായിരുന്നു.
എന്നാൽ മോനിഷയ്ക്ക് സെർവിക്കൽ ഒടിവ് മൂലം മൂക്കിലൂടെയും ചെവിയിലൂടെയും രക്തം ഒഴുകുന്നുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. മോനിഷയും അമ്മയും വളരെ കൂട്ടായിരുന്നു. ഒരുമിച്ചൊരു ഓജ ബോർഡൊക്കെ കളിച്ച് ആത്മാക്കളെ വിളിച്ചു വരുത്തുമായിരുന്നു രണ്ടുപേരും. ഒരു ദിവസം മോനിഷ അമ്മയോട് ചോദിച്ചു, അമ്മ മരിച്ചാൽ ഞാൻ ഇങ്ങനെ വിളിച്ചാൽ വരുമോ എന്ന്. അപ്പോൾ അമ്മ തമാശയ്ക്ക് പറഞ്ഞു, പിന്നെ എനിക്കതല്ലേ പണിയെന്ന്. അപ്പോൾ മോനിഷ പറഞ്ഞു, ഞാൻ മരിച്ചാൽ അമ്മ എവിടെ നിന്ന് വിളിച്ചാലും ഞാൻ വരും. ഈ സംഭവം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാണ് മോനിഷയുടെ ദാരുണാന്ത്യം. അതുപോലെ തന്നെ മണിയൻ പിള്ള രാജു മോനിഷയെ സംബന്ധിച്ച് തനിക്ക് പാംഗ്രൂവ് ചെന്നൈ ഹോട്ടലിൽ വെച്ച് ഉണ്ടായ ഒരു സംഭവം പലയിടങ്ങളിലും പങ്കുവച്ചിരുന്നു. മോനിഷയുടെ മരണത്തിന് ശേഷം മണിയൻ പിള്ള രാജു പാംഗ്രൂവ് ഹോട്ടലിൽ പോയിരുന്നു. എപ്പോഴും അവിടെ പോകുമ്പോഴും 504 താമസിക്കുന്നത്. അന്ന് റിസപ്ഷനിൽ നിന്നും പറഞ്ഞു, 504 ഒഴിവില്ല, 505 താമസിക്കുമോ എന്ന്. മണിയൻ പിള്ള രാജു സമ്മതിച്ചു. അന്ന് രാത്രി ഉറക്കത്തിൽ എന്തോ ശബ്ദം കേട്ട് മണിയൻ പിള്ള രാജു നോക്കുമ്പോൾ മോനിഷ തന്റെ മുൻപിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഒന്നും ഓർമ്മയില്ലായിരുന്ന രാജുചേട്ടൻ ചോദിച്ചു, മോൾ എന്താ ഇവിടെ നിൽക്കുന്നേന്ന്. അപ്പോൾ മോനിഷ പറഞ്ഞു, അമ്മ പർച്ചേസിന് പോയിരിക്കും, അതാ ഞാൻ ഇവിടെ നിൽക്കുന്നേന്ന്. അന്ന് മോനിഷ ഒരു വലിയ വെള്ള സൂര്യകാന്തി പൂക്കളുള്ള വസ്ത്രമായിരുന്നു ധരിച്ചത്. അതും നോക്കി രാജുചേട്ടൻ കുറെ നേരം നോക്കി നിന്നു. പെട്ടെന്ന് കരണ്ട് പോയി. അപ്പോഴാണ് ഉറക്കത്തിൽ നിന്നും രാജുചേട്ടൻ നിൽക്കുന്നത്. അപ്പോ ആകെ വിയർത്തു കുളിച്ചു പോയിരുന്നു ആൾ. അന്നൊരു സ്വപ്നമല്ലേ എന്ന് വിചാരിച്ച് രാജുചേട്ടൻ അതങ്ങ് വിട്ടു. മിന്നാരം എന്ന സിനിമയുടെ ഷൂട്ടിന് വേണ്ടിയായിരുന്നു മണിയൻ പിള്ള രാജുചേട്ടൻ അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അടുത്ത ദിവസം മോഹൻലാലിനോട് ഈ കാര്യം പങ്കുവച്ചപ്പോൾ ലാൽ ആകെ ഞെട്ടിപ്പോയി. കാര്യം ചോദിച്ചപ്പോൾ ലാൽ പറഞ്ഞു, കമലദളം സിനിമയുടെ 100 ഡേ ഫംഗ്ഷന് വന്നപ്പോൾ മോനിഷ ധരിച്ച വസ്ത്രമായിരുന്നു അത്. അതുകൂടാതെ 505 എന്ന മുറിയിലായിരുന്നു മോനിഷ താമസിച്ചിരുന്നത്. അമ്മ പലപ്പോഴും മോനിഷയോട് തനിക്ക് പ്രണയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മോനിഷയുടെ മറുപടി ഇതായിരുന്നു, പ്രണയം കല്യാണത്തിന് ശേഷം മാത്രം. യു ഡോണ്ട് നോ മീ, ഐ ആം മോനിഷ എന്ന് ചിരിച്ചുകൊണ്ട് പറയും. മോനിഷയുടെ മുടി വളർത്തൽ അവളുടെ അമ്മയുടെ ഒരു ഹോബിയായിരുന്നു. മലയാളികളുടെ മനസ്സിൽ മഞ്ഞൾ പ്രസാദവും ചാർത്തി വന്ന ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു മലയാളിത്തം നിറഞ്ഞൊരു ശാലീന സുന്ദരിയായിരുന്നു മോനിഷ. മോനിഷ ജനിച്ച പനിയങ്കരയിൽ ശ്രീസദൻ എന്ന തന്റെ അമ്മയുടെ വീട്ടിൽ അവൾക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. വീടിന് മുറ്റത്തെ വർഷങ്ങൾ പഴക്കമുള്ള നീലമാങ്ങയുടെ മാവിന്റെ മുകളിലായി മോനിഷയുടെ അമ്മാമ്മ പടർത്തിയ ഒരു മുല്ലവള്ളി ഉണ്ടായിരുന്നു. അതിലെ മുല്ലപ്പൂക്കൾ തലയിൽ ചൂടാൻ മോനിഷയ്ക്ക് വളരെ ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ നീലമാവിലെ മാങ്ങ കഴിക്കാൻ. മോനിഷയുടെ അമ്മ വീട്ടിൽ ഒരു കുളമുണ്ട്. കുഞ്ഞായിരുന്നപ്പോൾ മോനിഷയെ കുളിപ്പിച്ചിരുന്നത് അതിന്റെ പടിയിൽ വെച്ചായിരുന്നു. ബാംഗ്ലൂരിൽ സ്ഥിരതാമസമാക്കിയപ്പോൾ കുളത്തിലെ കുളിയില്ലാത്ത സങ്കടത്താൽ മോനിഷയുടെ അമ്മ ഒരു ബക്കറ്റ് വെള്ളത്തിൽ മോളുടെ തല മുക്കിയെടുക്കുമായിരുന്നു. അതുപോലെ പഴയ രീതിയിലുള്ള മുടി സംരക്ഷണ രീതികളും ചെയ്യാറുണ്ട്. തന്റെ ആഗ്രഹങ്ങളെല്ലാം മോനിഷയിലൂടെ സഫലീകരിച്ച ഒരു അമ്മയാണ് ശ്രീദേവി ഉണ്ണി. മുടി ചീകുമ്പോൾ മോനിഷ എപ്പോഴും അമ്മയോട് പറയും, അമ്മ മുടി ചീകുന്നത് നിർത്തുന്ന ദിവസം ഞാൻ ഈ മുടി മുറിച്ചു കളയുമെന്ന്. വളരെ കുറുമ്പിയായിരുന്നു മോനിഷ. മോനിഷയെ പറ്റി ആലപ്പി അഷ്റഫ് ഓർക്കുന്നതിങ്ങനെ, 1 മാസത്തോളം ദുബായിലെ സ്റ്റേജ് ഷോ അവതരിപ്പിച്ച് സന്തോഷത്തോടെ ആടിപ്പാടി നടന്ന കുട്ടി. അത്രയ്ക്ക് അടുത്തു പോയിരുന്നു മോനിഷയുടെ കൂടെ. ശരിക്കും ഈ ഷോ കഴിഞ്ഞ് ആലപ്പുഴയിൽ വന്ന 3 ആഴ്ചയ്ക്ക് ശേഷം ഒരു ദിവസം രാവിലെ 6 മണിക്ക് ആരോ ഗേറ്റിനിട്ട് തട്ടുന്നൊരു ശബ്ദം. വിളിച്ചിട്ട് കേൾക്കാതായപ്പോൾ ആ തട്ടുകാരൻ കോളിംഗ് ബെൽ അടിച്ചു. വാതിൽ തുറന്നപ്പോൾ ഡയറക്ടർ ഫാസിലുടെ വീട്ടു സഹായക്കാരൻ നിസാർ ആയിരുന്നു. അർജന്റായി ഫാസിലിനെ വിളിക്കാൻ ആവശ്യപ്പെട്ടു. ലാൻഡ് ലൈനിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പാച്ചിക്ക പറഞ്ഞു എന്ന് പറഞ്ഞു. ഓടിച്ചെന്ന് റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ഫോൺ റിസീവർ കുറച്ച് മാറിയായിരുന്നു ഇരുന്നത്. പെട്ടെന്ന് ഫാസിലിനെ വിളിച്ചപ്പോൾ വേഗം വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. വരാൻ താമസിക്കല്ലേ, എന്റെ 2 വണ്ടികളും വീട്ടിലില്ല, ഞാൻ റെഡിയായി ഇരിക്കുകയാ എന്ന് പറഞ്ഞു. വേറെന്തോ ആവശ്യത്തിന് വിളിച്ചതാണെന്ന് ആദ്യം കരുതി വേഗം ഫാസിലിന്റെ അടുത്തേക്ക് ചെന്നു. അപ്പോഴാണ് ഫാസിൽ, ടെൻഷൻ ആവരുത്, വെളുപ്പിന് മോനിഷയ്ക്ക് ചേർത്തലയിൽ വെച്ച് ഒരു അപകടമുണ്ടായി, കുറച്ച് സീരിയസ് ആണെന്ന് പറഞ്ഞു. കേട്ടപാടെ തീരെ വിശ്വസിക്കാനായില്ല, തളർന്നുപോയി. നേരെ KVM ഹോസ്പിറ്റൽ ചേർത്തലയിലേക്ക് പോയി. അവിടെ അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. മോനിഷയെ ചേർത്തല താലൂക്ക് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോവാനെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത റൂമിൽ ഉണ്ടായിരുന്ന അമ്മയെ ചെന്ന് കണ്ടു. അവർ ആകെ അവശയായിരുന്നു. എന്റെ മോൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയാവും, പേടിക്കണ്ടായിരുന്നു. അപ്പോൾ ശ്രീദേവി ചേച്ചി എന്നോട് പറഞ്ഞു, എന്റെ മാല നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. മാല കിട്ടിയില്ലെങ്കിലും സാരമില്ല, താലിമാല കിട്ടിയാൽ നന്നായിരുന്നു എന്ന്. പിന്നീട് CIയോട് കാര്യം പറഞ്ഞ് താലിമാല ചേച്ചിയെ ഏൽപ്പിക്കുകയായിരുന്നു. മോനിഷയെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയത് ഞാനായിരുന്നു. ഒരു ചെറിയ മുറി, കഷ്ടിച്ചൊരാൾക്ക് മാത്രം നിൽക്കാൻ പറ്റുന്ന വൃത്തിഹീനമായ ഒരിടം. മോനിഷയെ ബെഞ്ചിൽ കിടത്തിയതിനു ശേഷം അവര് കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റ് തന്നു.
ബക്കറ്റ്, തോർത്ത്, അങ്ങനെയൊക്കെ. അതൊക്കെ വാങ്ങി തിരിച്ചു വന്നപ്പോൾ ഡ്രൈവർ മരിച്ചു എന്ന വിവരം വന്നു. ശേഷം ഡ്രൈവറെയും പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ചപ്പോൾ അവരെ കിടത്താൻ സ്ഥലമില്ലായിരുന്നു. മോനിഷ കിടന്നതിന്റെ നേരെ താഴെ നിലത്ത് കിടത്തി. അവർക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ പോയി തിരിച്ചു വന്നപ്പോഴേക്കും ആൾക്കാർ കൂടും. പിന്നെ അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റിയില്ല. പിന്നെ അവരുടെ വീട്ടുകാരൊക്കെ എത്തി കാര്യങ്ങളൊക്കെ അവർ ഏറ്റെടുത്തു. ഇതായിരുന്നു മോനിഷയുടെ അന്ത്യവേളയിൽ എനിക്കുണ്ടായ അനുഭവം. മോനിഷയുടെ വിയോഗം മലയാളികൾക്കും മലയാള സിനിമയ്ക്കും കൂടുതലായും അടുത്തറിയുന്നവർക്കും ഒരു തീരാ നഷ്ടം തന്നെയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വരും വീഡിയോസിനായി കാത്തിരിക്കുക.